നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഫിദ മാഡം എന്നെ ചേർത്ത് പിടിക്കില്ലേ? അപ്പോ ഫിദ മാഡത്തിന്റെ നെഞ്ചെടുപ്പ് എനിക്ക് അറിയാൻ പറ്റും. പിന്നെ ഫിദ മാഡം കരയുന്നുണ്ടെന്ന് തോന്നും. ഏട്ടൻ തീരുമാനിച്ചതുപോലെ കണിമംഗലത്തിന്റെ അധികാരത്തിന്റെ സ്ഥാനം നിന്റെ കയ്യിൽ തന്നെ വരണം. അതിനൊരിക്കലും ഒരു ഭീഷണി ഉണ്ടാവാൻ പാടില്ല. ഹലോ, ചന്ദ്രശേഖരൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വിശേഷമുണ്ട് സാറ്. ഐ നീഡ് യുവർ ഹെൽപ്പ്. ആണോ? എന്താ? പറയാം. എന്റെ മകൻ കണിമംഗലത്തെ സ്ഥാനപതിയായാൽ ചില വീതം വെക്കലുകളൊക്കെ ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്, സാറും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ പഴുതടച്ച ഒരു അന്വേഷണം നടക്കണം. കൃത്യമായി കുറ്റവാളിയെ കണ്ടെത്തുകയും വേണം. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ആളെയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? പറഞ്ഞു തുടങ്ങിയപ്പോഴേ അത് മനസ്സിലായി. എന്നാ താൻ്റെ കാര്യം ചെയ്യും. കേസ് അന്വേഷണത്തിന് DYSP സുനിരാജിനെ ചുമതലപ്പെടുത്താം. അയാളെ ഒന്ന് നേരിട്ട് പോയി കണ്ടാൽ മതി. അയാൾ എങ്ങനെയാ? കുഴപ്പക്കാരനാണോ? കുഴപ്പക്കാരനാണെങ്കിലും കൈകാര്യം ചെയ്യാൻ താൻ മിടുക്കനല്ലേ ചന്ദ്രശേഖര? താൻ ചെന്നാ മതി. താങ്ക് യു സർ. ഓക്കെ. ഞാൻ ചിലപ്പോ ഒന്ന് ബുദ്ധിമുട്ടിക്കും. വിത്ത് പ്ലഷർ. DYSP സുനിരാജ്, അയാളാണ് കേസ് അന്വേഷിക്കുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ട് അയാളെ ഒന്ന് കാണണം. അല്ല, എന്തിന്? കേസ് അന്വേഷണത്തിന്റെ റൂട്ട് മാപ്പ് കൊടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥൻ വഴിതെറ്റിപ്പോകും. ഇനി നമ്മുടെ കാലം, അതിനൊരു മാറ്റവും ഇല്ല. പക്ഷെ അതിനുവേണ്ടി ആരെ കുരുതി കൊടുക്കുന്നതിനും തെറ്റുമില്ല. അഡ്മിഷൻ ടൈമാ. എന്തായാലും ഓഫീസിലേക്ക് വന്നാ മതി. ശരി മാഡം, ഞാൻ ഇറങ്ങാ. അല്ല, നിക്ക് മോളെ. ഇതെന്താ? മോള് തുറന്നു നോക്ക്. ഇത് രാധയ്ക്കുള്ളതാ. എനിക്കെന്തിനാ ഇത്രയും പണം? ഇന്ന് ഡാൻസ് ചെയ്തില്ലേ, അതിന്റെ പ്രതിഫലമാ. ഇത്രയും തുകയോ? വിദേശികൾക്ക് വേണ്ടി പെർഫോമൻസ് നടത്തുമ്പോ അതിന്റെ പ്രതിഫലം എത്രയാണെന്നാ കരുതിയത്? വേണ്ട മാഡം, ഇത് ഫിദ മാഡത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. എനിക്ക് മാസം മാസം കിട്ടുന്ന ശമ്പളം എന്തായാലും അതും. ഫിദ മാഡം എന്റെ കുടുംബത്തിന്റെ കടം വീട്ടിയതല്ലേ, പതുക്കെ പതുക്കെ എനിക്കത് തീർക്കണം. മോളുടെ കടം വീട്ടിയതിന് അമ്മ കണക്ക് ചോദിക്കോ? അല്ല, ഫിദ മേഡം മോളെ പോലെയല്ലേ രാധികയെ കാണുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും അത് ശരിയല്ല, പണത്തിന്റെ കാര്യല്ലേ. ഫിദ മേഡത്തിന് പണത്തിനേക്കാൾ അപ്പുറമാ മോളുടെ കാര്യം. അതെന്താ? അതിന്റെ കാരണമൊന്നും എനിക്കറിഞ്ഞൂടാ.
ഫിദ മാഡത്തിന് എന്തെങ്കിലും വലിയ സങ്കടമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നെ? ആ, ഫിദ മാഡം എന്നെ ചേർത്ത് പിടിക്കില്ലേ? അപ്പോ ഫിദ മാഡത്തിന്റെ നെഞ്ചെടുപ്പ് എനിക്ക് അറിയാൻ പറ്റും. പിന്നെ ഫിദ മാഡം കരയുന്നുണ്ടെന്ന് തോന്നും. ചെറിയ തേങ്ങല് കേൾക്കുന്നത് പോലെ. ആ, അതൊക്കെ സ്നേഹക്കൂടുതലുകൊണ്ട് തോന്നുന്നതാ. രാധികയ്ക്ക് ഫിദ മാഡത്തിന് എങ്ങനെയാ തോന്നുന്നേ? അമ്മയെ പോലെ. ഞാൻ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, എന്റെ അമ്മ എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെയാ ഫിദ മാഡം എന്നെ ചേർത്ത് പിടിക്കുമ്പോഴൊന്നും. അപ്പൊ ഇനി ധൈര്യമായിട്ട് പണം വാങ്ങാലോ. അമ്മ തന്നതാ. ചെല്ല്. ഫിദ മാഡത്തിനോട് താങ്ക്സ് പറയണേ. കാണുമ്പോ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അത് മതി. ഫിദ മാഡം ഹാപ്പി ആയിരിക്കും. എന്നാ ഞാൻ പോട്ടെ മാഡം. മുത്തശ്ശി പോകുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? ആ, ഒന്ന് പോയിട്ട് വരാം. അല്ലെങ്കില് പത്മിനി വല്ലാണ്ട് വിഷമിക്കും. വരുൺ, ഉം. ഒരു കാര്യം പറഞ്ഞാ നിനക്ക് വിഷമാവോ? എന്താ പറഞ്ഞു? അത് അച്ഛൻ കണ്ണു തുറന്ന് ആദ്യം ചോദിക്കാൻ പോകുന്നത് നിന്റെ യാത്രയെക്കുറിച്ചായിരിക്കും. വാശി കാണിച്ച് നീ പോകുന്നോന്ന് തന്നെ അച്ഛനോട് പറയരുത്. അച്ഛനത് താങ്ങില്ല. വരുൺ, ഇനി ഒരിക്കലും നീ പോവാൻ തീരുമാനിച്ചൂടാ. നമ്മൾ ആരും അറിയാത്ത ഏതോ ശത്രുക്കള് അച്ഛനുണ്ടെന്ന് തീർച്ചയായല്ലോ. അച്ഛനെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് കഴിയും. രാത്രി മതിൽ ചാടിയെത്തുന്ന മോഷ്ടാക്കളാരോ ഏട്ടനെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന പോലീസ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അന്വേഷണം ആ നിലയിൽ പോരാ, ഗൗരവത്തിലായിരിക്കണമെന്ന് ഞാൻ എല്ലാ സീനിയർ പോലീസ് ഓഫീസർമാരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വല്യച്ഛന്റെ ജീവൻ വെച്ച് ചൂതാട്ടം നടത്താൻ പറ്റില്ല. വല്യച്ഛനെതിരായി ഉണ്ടായ ഭീഷണി എന്തായാലും അത് മുളയിൽ തന്നെ നുള്ളിക്കളയണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കി. ഓക്കെ സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.